അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ബോച്ചയുടെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല? കണ്ട? അത് കണ്ടപ്പോ എന്താ തോന്നിയത്? വിഷമം മൂത്തയാള് കഴപ്പൊക്കെ കാണിക്കണം. അതിന് കിട്ടിയ എന്ത് പറയാ, പൈസ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ശരിയാണോ? ഇപ്പൊ ഇതിനെക്കാട്ടി പല രീതിയിലുള്ള പല അത് കത്തിടക്കണ്ട കത്തിട്ടോ. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. അതിരണോ? 14 ദിവസമല്ല, ജീവിതകാലം മൊത്തം എന്നാണ് പറയണത്. എത്രയും ദിവസം ഇടുവല്ല, 6 മാസമൊക്കെ ഇടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു യഥാർത്ഥ പ്രയോഗം അല്ലെങ്കിൽ ഡബിൾ മീനിങ് കൊണ്ട് അയാൾ എത്ര 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണം വിചാരിക്കുന്നുണ്ടോ? പിന്നെ കൊറേയൊക്കെ പൈസയുടെ കുത്തി കുഴപ്പല്ലേ? അല്ലേ? അല്ലെന്ന് അറിയോ? തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. മറ്റാൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ എന്തുവേലും ചെയ്യാനും ഉപദ്രവം ഉള്ളതുകൊണ്ടാണല്ലോ ഒരാളെ അതേപോലെ കേസ് കൊടുത്തത്, അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റണ്ട. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. തെറ്റില്ല. പക്ഷെ ഇത് കൂടുതലാണോ വിചാരിക്കുന്നുണ്ട്? കൂടുതലാ, എനിക്കിത് കുറവായിട്ടാ തോന്നിയത്. എത്ര ദിവസം എന്നാണ് ബ്രോഡ് അഭിപ്രായം? ദിവസക്കണക്കൊന്നുമില്ല. ഇതൊക്കെ എന്താണ് ഇത്? വെറുതെ അയാൾ 2 ദിവസം കഴിയുമ്പോ പുറത്തിറങ്ങും, പൈസ ഇത് കാണണം. എന്തായാലും 14 ദിവസം ഇതിന് കൂടുതൽ കിട്ടണം വിചാരിക്കുന്നുണ്ടോ? 14 ദിവസം പോരാ, 10 ദിവസം, 1 മാസം കഴിഞ്ഞ് കിടക്കണം. ഇത് പറഞ്ഞാല് ഇതില് എന്താണ് കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചാൽ ബോധത്തോട് പറഞ്ഞ കുറ്റബോധം ഇല്ലാലേ, ഇപ്പോഴും ഇല്ലാന്നാ പറയുന്നത്. അപ്പൊ കിടക്കണോ കുറ്റബോധം? തോന്നണവരെ കിടക്കണം. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.